സമയം 11 മണി. സൗത്ത് ഗോവയിലാണ് ഇപ്പം. ലൊക്കേഷൻ ബെറ്റൽ ബാറ്റും. ഇതൊരു അടിപൊളി സ്ഥലമാണ്. നല്ല പീസ് ഓഫ് മൈൻഡും ബഹളമൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലം. ഗ്രാമമാണ്, സൗത്ത് ഗോവൻ ഗ്രാമം. കാരണം നമ്മുടെ നാട്ടില് കേരളത്തിലൊക്കെ പോയാൽ അതേ കണക്കിരിക്കുക. കേരളം തന്നെ ഇത് ലൊക്കേഷൻ കോൾവ ബീച്ചിനടുത്തുള്ളൊരു മലയാളി കടയാണ്. ഇവിടെ നിന്നൊരു നെമ്മീൻ ഫ്രൈ മേടിച്ചതാണ്. നെമ്മീൻ ഒരുമാതിരി ചിപ്സിന് അരിഞ്ഞ കണക്കാ വെട്ടി വെച്ചേക്കുന്നു. ഗോവയിലെ റോഡ്സ് എല്ലാം നല്ല സീനിക്കാണ്, ബ്യൂട്ടിഫുൾ. ഒരുപാട് മരങ്ങളും, ലഷ് ഓഫ് ഗ്രീൻ, ഗുഡ് റോഡ്സ്. Especially South Goa. South Goa is really heaven. ഇതാണ് ഗോവയിലെ ബസ് ഫ്ലൈറ്റേഴ്സ്. സമയം 1:30. അങ്ങനെ സാലോലിം ഡാം എന്ന ഡാം കാണാനായിട്ട് വന്നതാണ്. ഇതിന് ടിക്കറ്റ് അഡൾട്ടിന് 60 രൂപ, കുട്ടികൾക്ക് 30 രൂപ. 5 വയസ്സിന് താഴെ ടിക്കറ്റ് ആവശ്യമില്ല. ഇതൊരു അടിപൊളി സംഭവമാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതിലെ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. സാലോലിം ഡാമിൻ്റെ മേളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സാലോലിം ഡാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കിണർ പോലെ സാധനത്തിൽ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകും. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്, ഇതിൽ വെള്ളമില്ല. അതുകൊണ്ട് ആ ലുക്കില്ല. നമ്മൾ നെറ്റിലൊക്കെ കണ്ട ആ ഒരു സാധനമല്ല ഇതിപ്പം. ഇതാണ് സാലോലിം ഡാം. ഇതൊരു ഇറിഗേഷൻ പ്രോജക്റ്റാണ്. ബേസിക്കലി ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിറയുമ്പോഴത്തേക്ക് ഈ വെള്ളം നിറഞ്ഞിട്ട് ഇത് ഓവർഫ്ലോ ചെയ്ത് ഈ കിണർ പോലത്തെ സാധനത്തിൽ ഒന്ന് വീഴും. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചാണ് ഇവിടെ വരെ വന്നത്. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്, ഇവിടെ വെള്ളമില്ല. വെള്ളത്തിന് നല്ല എക്സ്ട്രീം മൺസൂണാണ്, വെള്ളം കുറവാണ്. ഇത് ഗുലേലി എന്ന് പറഞ്ഞൊരു റിവറാണ്. ഗുലേലി റിവർ സുവാരി റിവറിൻ്റെ ട്രിബ്യൂട്ടറിയാണ്. ഇറിഗേഷൻ ചെക്ക് ഡാമാണ്. ഈ സൈഡിൽ ഇതിന് ആഴം കുറവാണ്. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് റേഞ്ചിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോവയിൽ സൗത്ത് ഗോവയാണ്. ക്യൂപ്പം വഴി സൂപ്പറാണ്, ചുറ്റിനും കാണാം. ഇപ്പൊ നെറ്റ്വർക്ക് വന്നു.
ഇവിടുത്തെ റോഡുകളെല്ലാം നല്ലതാണ്. റോഡ്സ് ആർ ഇൻ പ്രിറ്റി ഗുഡ് കണ്ടീഷൻ. അതുകൊണ്ട് എവിടെ ഓടിച്ചു പോകാൻ ഒരു പ്രശ്നമില്ല. റോഡ്സ് എല്ലാം നല്ലതാണ്. ഏറ്റവും മോശം റോഡ് ഈ ഒരു വരവിൽ മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിലെ എല്ലാം താറുമാറാണ്. ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും ഇത്രയും പ്രശ്നമില്ല. സമയം 4 മണി. ഇപ്പോൾ ഗോവയിൽ മഴയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ, പിന്നെ വെയില്, പിന്നെ മഴ, അങ്ങനെയാണ്. ഇപ്പം കാബോ ഡി റാമ ബീച്ചിലേക്ക് പോകുന്ന വഴിയാ. അടുത്തൊരു ഫോർട്ടും ഒക്കെ ഉണ്ട്. ഈ സൗത്ത് ഗോവ എന്ന് പറയുന്നത് ഒരു സെറ്റപ്പ് സ്ഥലമാണ്. ഇവിടെ അങ്ങ് അധികം തിരക്കും ഇല്ല, ബഹളവും ഇല്ല. ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല സമയത്താണ്. ഇപ്പൊ ഓഫ് സീസൺ ആണ്. പക്ഷെ നോർത്ത് ഗോവയിൽ അത്യാവശ്യം തിരക്കുണ്ട്. അത് ഈ ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്. അതുകൊണ്ട് ആള് പാർട്ടിങ് പീപ്പിൾ യൂസ് ടു വിസിറ്റ് നോർത്ത് ഗോവ. പക്ഷെ പ്രകൃതി, പീസ് ഓഫ് മൈൻഡ്, ബഹളം ഇതിന്നൊക്കെ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലം ഇത്. ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്. മഴ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന അതേ കണക്ക് തന്നെ. ഒരു പക്ഷെ നാട്ടിനേക്കാളും രസമുണ്ട് ഇവിടെ. നാട്ടിലും തിരക്കും ബഹളം. ഇപ്പൊ ഇവിടെ അതൊന്നും ഇല്ല. ഭയങ്കര കാറ്റാട്ടോ. വെതർ രക്ഷയില്ല, അടിപൊളി. നല്ല കാലാവസ്ഥയാണ്, നല്ല കാറ്റ്, കാർമേഘം മൂടി കിടക്കുകയാണ്. പ്രൈസ്ലെസ്. ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസം. നമ്മുടെ ടൈഗൺ കണ്ടൽക്കാടുകൾ. സമയം 5 മണി. മോബോർ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. സമയം 6:50. എപ്പോൾ ഗോവ വന്നാലും ഞാൻ ഇവിടെ വരും. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ്. ഇതൊരു ക്ലിഫാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ONGC സൗത്ത് ഗോവ. ഇവിടെ അടുത്ത് ONGCയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. അതിന് തൊട്ടടുത്താണ് ഈ ഒരു സ്പോട്ട്. ഇവിടെ ഇപ്പം അത്യാവശ്യം ക്രൗഡ് ഉണ്ട് ആക്ച്വലി. ഏർലിയർ ഇറ്റ് വാസന്റ്. This is one of the best cliff point in Goa, South Goa.